നമ്മളിന്ന് തേർഡ് സെമിസ്റ്റർ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിലെ ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. സർഫസ് ഇൻ്റഗ്രൽ എന്നുള്ള പോർഷനിൽ ഫൈൻഡ് ദ മാസ് ഓഫ് ദ സർഫസ് ഓഫ് ദ പരാബോളോയിഡ് z is equal to 1 plus x square plus y square in the first octant for 1 less than z less than or equal to 5 if the density at a point P on the surface is directly proportional to the distance from the xy plane. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് വി ഹാവ് ടു ഫൈൻഡ് ദ മാസ് ഓഫ് ദ സർഫസ്. അപ്പോൾ മാസ് ഓഫ് ദ സർഫസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാസ് ഓഫ് ദ സർഫസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ഡെൻസിറ്റിയാണ്. ഓക്കെ, അതായത് ഡെൻസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ദ ഡെൻസിറ്റി ഓഫ് ദ സർഫസ്. സർഫസിൽ ഡെൻസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മാസ് എം കിട്ടുക. മാസ് എം ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ഡെൻസിറ്റി ഡി എസ്. ഇതാണ് നമ്മൾ കൺവെൻഷൻ. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് ആദ്യം നമ്മളെ ഫിഗർ എന്താ നോക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒരു പരാബോളോയിഡാണ്. എന്താ പരാബോളോയിഡ് എന്ന് പറഞ്ഞാൽ? പരാബോളോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു പരാബോളയുടെ 3D ഷേപ്പാണ്. അതിൻ്റെ ഫസ്റ്റ് ഒക്ടൻറ്റിലെ കഷ്ണമാണ് വേണ്ടത്. ഫസ്റ്റ് ഒക്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും സെറ്റും പോസിറ്റീവ് ആവുന്ന പോർഷൻ. ആ പോർഷനിലെ പരാബോളോയിഡിൻ്റെ കഷ്ണമാണ് നമുക്ക് നമ്മളെ സർഫസ്. ഓക്കെ, അപ്പോൾ അതിനൊന്ന് പിക്ചറൈസ് ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്തു? അതിനൊന്ന് പിക്ചറൈസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പരാബോള. ഓക്കെ, നമുക്ക് പരാബോള ഇവിടെ തന്നിട്ടുണ്ട്. പരാബോള ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമുക്ക് സർഫസ് എന്നുള്ളത് ഈ പരാബോളയുടെ പ്രൊജക്ഷൻ എടുക്കുകയാണ്. നമുക്ക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ ഏതൊരു സർഫസിൻ്റെയും പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3D ഷേപ്പിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് ഒരു ലൈറ്റ് അടിച്ചാൽ അതിൻ്റെ ഒരു ഇമേജ് കിട്ടില്ലേ, ഒരു നിഴൽ, അതിനാണ് നമ്മൾ എന്താ പറയുക? പ്രൊജക്ഷൻ എന്ന് പറയുക. അപ്പം നമ്മൾ ഈ സർഫസിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അതായത് സെഡ് ആക്സിസിൽ നിന്ന് ഒരു ലൈറ്റ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ സർഫസിൻ്റെ റിഫ്ലക്ഷൻ നമുക്കിവിടെ വരും. അതിനാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? പരാബോളയുടെ പ്രൊജക്ഷൻ നമുക്ക് എന്താ കിട്ടുക? നമുക്കൊരു സർക്കിളിൻ്റെ പോർഷനാണ് കിട്ടുക, സർക്കിൾ അല്ലേ. പിന്നെ രണ്ട് പോർഷൻ എക്സും എക്സ് ആക്സിസും വൈ ആക്സിസും കിട്ടും. രണ്ട് പോർഷൻ എക്സ് ആക്സിസും വൈ ആക്സിസും കിട്ടും. ഒരു പോർഷൻ നമുക്ക് എന്ത് കിട്ടും? സർക്കിൾ കിട്ടും. ഈ സർക്കിൾ കിട്ടുന്നത് എപ്പോഴാണ്? ഇതിൽ ഏറ്റവും വലിയ പോർഷനാണ് നമ്മളെ പരാബോളോയിഡിൻ്റെ ഏറ്റവും വലിയ പോർഷൻ ഏതാ? ഇതിൽ ടോപ്പിലുള്ള പോർഷനാണ്. ടോപ്പിലെ പോർഷൻ എന്ന് പറഞ്ഞാൽ സെഡ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് നോക്കാം, സെഡ് ഇസ് ഈക്വൽ ടു 5 ആണ്. നമുക്ക് തന്നിട്ടുണ്ട് z is equal to 1 plus x square plus y square. ഇതാണ് നമ്മളെ പരാബോളോയിഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇത് രണ്ടും കൂടി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 is equal to 1 plus x square plus y square എന്ന് കിട്ടും. That is 5 minus 1 is equal to x square plus y square. That is x square plus y square equal to 4. അപ്പോൾ അതാണ് നമ്മളെ സർക്കിൾ. ഓക്കെ, അതായത് നമ്മൾ തന്ന ഈ സർക്കിളിൻ്റെ ഇക്വേഷനാണ് x square plus y square equal to 4. ഇനി നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഡെൻസിറ്റിയുടെ പ്രത്യേകത എന്താ പറഞ്ഞിട്ടുണ്ട്? ഗിവൺ ദാറ്റ് ദ ഡെൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദ സർഫസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്. അതായത് ഡിസ്റ്റൻസ് കൂടുമ്പോൾ നമ്മൾ എന്തുണ്ടാവും? അതിൻ്റെ ഡെൻസിറ്റി കൂടും. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും? ഡെൻസിറ്റി കൂടും. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി എന്നുള്ളത് ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഡെൻസിറ്റി കൂടും. അതിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റന്റിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം എക്സ് വൈ പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെഡ് ആക്സിസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഡെൻസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുക റോ കൊണ്ടാണ്. റോ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ ഇൻറ്റു സെഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതോടെ പറഞ്ഞത് ഇതിൽ പറഞ്ഞാൽ since the density at a point on the surface is directly proportional to its distance from xy plane, that is rho of xyz is equal to kz, where k is constant. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്.
ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുക? ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കറിയണ മെത്തേഡാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമുക്ക് തരുന്ന ഇക്വേഷനെ നമുക്ക് എന്ത് എഴുതാം? z = f(x, y) രൂപത്തിൽ എഴുതണം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് z = 1 + x² + y² എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് ഒന്നും വരുത്താനില്ല. ഈ പോർഷനാണ് നമ്മൾ എന്ത് പറയുക? f(x, y) എന്ന് പറയാം. ഓക്കെ, സോ f(x, y) നമുക്ക് എന്ത് പറയാം? f(x, y) = 1 + x² + y². f(x, y) = 1 + x² + y² ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഡെറിവേറ്റീവ്സ് രണ്ടും കണ്ടുപിടിക്കണം. Therefore f(x of xy), that is partial derivative with respect to x. അപ്പോൾ 1ന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് x² ന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് y² ന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 2x കിട്ടും. സിമിലർലി fy of xy, y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 പ്ലസ് x² ന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് y² ന്റെ ഡെറിവേറ്റീവ് 2y. 2y എന്ന് കിട്ടും. അപ്പോൾ fx 2x എന്നും fy എന്നുള്ളത് 2y എന്നും കിട്ടും. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, (S) ഡെൻസിറ്റി ds. ഡെൻസിറ്റി പറഞ്ഞാൽ ആരാണ്? we have density is equal to rho. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞാൽ kz ആണ്. kz ds. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് നമുക്ക് ഡബിൾ ഇൻ്റഗ്രലാണ്. അപ്പോൾ എക്സിലും വൈയിലുമാണ് വേണ്ടത്. ഈ സെഡിനെ ഒഴിവാക്കണം. നമുക്ക് തന്നിട്ടുണ്ട് z എന്ന് പറഞ്ഞാൽ f(x, y) ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? z കാണോട്ട് f(x, y) കൊടുക്കാം. ഇനി ds കാണാനുള്ള ഇക്വേഷൻ ആണ് 1 + √f(x, xy) (² + fy of xy) (²). dA പറഞ്ഞാൽ dx dy ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മൾ. ഇവിടെ k ഉണ്ട്. k ഇൻറ്റു f(x, y) എന്ന് പറഞ്ഞാൽ ആരാണ്? 1 + x² + y² നമ്മൾ പറഞ്ഞു. അപ്പോൾ k ഇൻറ്റു 1 + x² + y² ഇൻറ്റു √(1 + fx) എന്തായിരുന്നു? 2x ആയിരുന്നു. അപ്പോൾ 2xന്റെ സ്ക്വയർ ആണ് 4x² ഇവിടെ വന്നു. അതേപോലെ 2y യുടെ സ്ക്വയർ 4y² dA എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത്രേ ഉള്ളൂ. (S) ρ(x, y, z) ds എന്ന് എഴുതി. റോ എന്നത് kz ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം xy പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം xy പ്ലെയിൻ എന്ന് പറഞ്ഞാൽ z ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ kz. ഇനി എന്ത് ചെയ്തു? നമ്മൾ z പകരം f(x, y) എന്നും ds പകരം 1 + fx (² + fy of xy (² എന്ന് എഴുതി. അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പിൽ k ഇൻറ്റു (R) 1 + x² + y² ഇൻറ്റു √(1 + 4 ഇൻറ്റു x² + y² എന്ന് എഴുതി. അതായത് 4നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് x² + y² എന്ന റൂട്ടിനകത്തും എന്തുണ്ട്? x² + y² എന്ന ടേംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ മെത്തേഡ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇൻ്റഗ്രേഷൻ റൂട്ടിനകത്ത് 2 ഫംഗ്ഷൻ വരുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പോളാർ ഫോമിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പോളാർ ഫോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം x = r cos θ, y = r sin θ ആണ്. അപ്പോൾ x² + y² എന്ന് പറഞ്ഞാൽ r sin θ (² + r cos θ (² എന്ന് എഴുതാം. അതായത് r² cos² θ + r² sin² θ. r പുറത്തേക്ക് എടുക്കുമ്പോൾ r² ഇൻറ്റു cos² θ + sin² θ 1 ഇട്ടപ്പോൾ x² + y² = r² ആണ്. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ മെത്തേഡ് എഴുതി. we have to find this the last integral. It is best hand in polar coordinates. polar coordinatesൽ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം x² + y² = r² ആണ്. നമുക്ക് തന്ന സർക്കിളിന് ഇക്വേഷൻ x² + y² = 4. so we can say that r² = 4 അല്ലേ? x² + y² 4 ആണ് വെച്ചാൽ r² 4. r² 4 എന്ന് പറഞ്ഞാൽ r √4, that is equal to 2. അപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ വരാം, 4ന്റെ റൂട്ട് -2 വന്നൂടെ? പക്ഷെ നമുക്കറിയാം ഇവിടെ r എന്നത് എന്താണ്? റേഡിയസ് ആണ്. റേഡിയസ് ഒരിക്കലും നെഗറ്റീവ് നമ്മൾ പറയാറില്ല. അപ്പോൾ r = 2 എന്ന് എടുത്തു. ഓക്കെ, സോ ദ ലിമിറ്റ് ഓഫ് r ന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 to 2. പിന്നെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്?
മൊത്തം നമ്മൾ ഒരു ക്വാഡ്രന്റ് മാത്രമേ ഉള്ളൂ, എക്സ് വൈ ആക്സിസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പിക്ചറിൽ നമ്മൾ കാണിച്ചു തന്നു. പിക്ചറിൽ നമുക്ക് എന്താ പറയാം, അത് എക്സ് വൈ ആക്സിസിൽ മാത്രം. അപ്പോൾ 4 പോർഷനിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അതായത് തീറ്റ എന്നുള്ളത് 0 to π/2 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നേരിട്ട് 0 to π/2 ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. സോ വി ഇൻ്റഗ്രേറ്റ്, വി ഗെറ്റ് m is equal to k into double integral over r 1 plus x square plus y square into root of 1 plus 4x square plus 4y square. ഇതിനകത്ത് രണ്ട് ടേമിൽ നിന്ന് 4 പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇതെന്താ ടേം, ഇൻ്റഗ്രൽ തീറ്റയുടെ ലിമിറ്റ് 0 to π/2 ഇൻ്റഗ്രൽ 0 to 2 1 plus x square plus y square എന്ത് കൊടുത്തു, r square എന്ന് കൊടുത്തു, ഇൻറ്റു റൂട്ട് ഓഫ് 1 plus 4r square. അത് ഈ രണ്ട് ടേമിൽ നിന്ന് 4 പുറത്തേക്ക് എടുത്തു. 4r square ഇൻറ്റു ഡി എ പറഞ്ഞാൽ ഡി എക്സ് ഡി വൈ ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, r dr d തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഡി എക്സിനും ഡി വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. സോ വി ഗെറ്റ് k ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ റൂട്ടിനുള്ളിൽ എന്തുണ്ട്, 1 plus 4r square ഉണ്ട്. അപ്പോൾ 1 plus 4r square നമ്മൾ എന്ത് കൊടുത്തു, u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ വി സബ്സ്റ്റിറ്റ്യൂട്ട് u is equal to 1 plus 4r square. അപ്പോൾ u is equal to ന്റെ ലിമിറ്റ് എന്താവും, when r is equal to 0, r 0 ആകുമ്പോൾ u എന്ത് വരും, u is equal to 1 plus 4 into 0, that is 1. അപ്പോൾ ന്റെ ലോവർ ലിമിറ്റ് 1 വരും. അതേപോലെ when r is equal to 2, r 2 ആകുമ്പോൾ u എന്ത് വരും, 1 plus 4 into 2 square, that is 1 plus 16 is equal to 17 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ന്റെ രണ്ട് ലിമിറ്റ്സ് കിട്ടി, ഒന്ന് 1ഉം ഒന്ന് 17. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇനി ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന 2-3 കാര്യങ്ങളാണ്. u is equal to നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, 1 plus 4r square കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 plus r square എങ്ങനെയാണ് u plus 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയണത്. ഓക്കെ, given 1 plus 4r square equal to u അല്ലേ, അങ്ങനെയാണെങ്കിൽ 1 plus r square നമുക്ക് എങ്ങനെ എഴുതാം, 1 plus r square എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 4/4 into 1 plus r square എന്ന് എഴുതി കൂടെ, അതായത് 4 മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു, ഇസ് ഈക്വൽ ടു 1/4 into 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, 4 plus 4r square which is equal to എന്ത് ചെയ്യാം, ഇതിൽ ആദ്യത്തെ 4 നമുക്ക് എന്ത് എഴുതാം, 1 plus 3 എന്ന് എഴുതാം, ദാറ്റ് ഈസ് 1/4 into 1 plus 3 plus 4r square. 3 നമ്മൾ മാറ്റി, which is equal to 1/4 into 1 plus 4r square plus 3. 1 plus 4r square എന്ന് പറഞ്ഞാൽ u ആണ്. അപ്പോൾ ഈ ടേമിന് u എന്ന് കൊടുക്കാം, ദാറ്റ് ഈസ് 1/4 u plus 3. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ നമ്മൾ എന്ത് കൊടുത്തു, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ 1 plus r square നമ്മൾ എന്ത് ചെയ്തു, 1/4 u plus 3 എന്ന് കൊടുത്തു. റൂട്ട് ഓഫ് 1 plus 4r square റൂട്ട് u എന്ന് എഴുതി. ആൻഡ് r dr നമുക്ക് എന്ത് കിട്ടും, 1/4 du d തീറ്റ എന്ന് കിട്ടും. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, du 1 plus 4r square u ആണ്. അപ്പോൾ du is equal to എന്ത് വരും, 4 into 2r ഡെറിവേറ്റീവ് dr. Therefore r dr is equal to ഈ 8 കൊണ്ട് പോവുക, 1/8 du. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തേൽ ഒരു 1/4 ഉണ്ട്, രണ്ടാമത്തേൽ 1/8 ഉണ്ട്. അപ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ k/4 into 8, that is 32, integral 0 to π/2, integral 1 to 17. നമ്മൾ എന്ത് ചെയ്യുക, u into root u, അപ്പോൾ u raised to 3/2. ഇവിടെ ഒരു u ഉണ്ട്, ഇൻറ്റു ഇവിടുത്തെ റൂട്ട് u. അപ്പോൾ u into u raised to 1/2 പറഞ്ഞാൽ u raised to 3/2 വരും, പ്ലസ് 3 into root u du d തീറ്റ എന്ന് വന്നു. അപ്പോൾ u raised to 3/2 ഇൻ്റഗ്രൽ u raised to 5/2 by 5/2 പ്ലസ് 3 into u raised to
1/2 അത് റൂട്ട് യു യു റേസ് ടു 1/2 ഉണ്ട്. അതിൻ്റെ ഇൻ്റഗ്രൽ യു റേസ് ടു 3/2/3/2 എന്ന് വരും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് ടു നമ്മൾ ഈ 5/2 എന്നുള്ളത് മുകളിലേക്ക് പോകുമ്പോൾ എന്താവും ബൈ 5/2 മുകളിക്കുമ്പോൾ ഇൻറ്റു 2/5 പിന്നെ അപ്പർ ലിമിറ്റ് 17 റേസ് ടു 5/2 പ്ലസ് 3 ഇൻറ്റു 2/3 അല്ലേ 3 ഇൻറ്റു ഈ 3/2 മുകളിക്കുമ്പോൾ 2/3 അപ്പോൾ 3 3 ക്യാൻസൽ ആവും 2 ഇൻറ്റു 17 റേസ് ടു 3/2 മൈനസ് ലോവർ ലിമിറ്റ് 1 എടുക്കുമ്പോൾ എന്ത് കിട്ടും 12/5 എന്ന് കിട്ടും. എല്ലാറ്റിലും 2 കോമൺ ആണ് അല്ലേ. ആദ്യത്തിൽ 2/5 2 ഉണ്ട്, ഇൻറ്റു 2 2 ഉണ്ട്, അടുത്തതിൽ 12 2 ഉണ്ട്. അപ്പോൾ എല്ലാറ്റിനും 2 പുറത്തേക്ക് എടുത്തു. സോ വി ഗെറ്റ് k/16 അല്ലേ. മുകളിൽ 2 താഴത്ത് 32 വെട്ടിപ്പോയി 16 ആയി. ബാക്കി എന്ത് കിട്ടും 17 റേസ് ടു 5/2. 17 റേസ് ടു 5/2 നമ്മൾ എന്ത് എഴുതി 17 സ്ക്വയർ ഇൻറ്റു റൂട്ട് 17/5 പ്ലസ് 17 ഇൻറ്റു റൂട്ട് 17 മൈനസ് 6/5 എന്ന് കിട്ടി. ബാക്കി ഇൻ്റഗ്രൽ 0 ടു π/2 തീറ്റ. ഇൻ്റഗ്രൽ 0 ടു π/2 തീറ്റ പറഞ്ഞാൽ തീറ്റയാണ്. തീറ്റയുടെ ലിമിറ്റ് 5/2 മൈനസ് 0 കൊടുക്കും. സോ വി ഗെറ്റ് ദ ആൻസർ k/16 ഇൻറ്റു 374/5 റൂട്ട് 17 minus 6/5 into π/2. That is k/80 into 187 root 17 minus 3. This is our answer. So we have the moment, we have the mass is equal to k/80 187 root 17 minus 3. Thank you.